കൊച്ചി ഞാറയ്ക്കലിൽ കടലിൽ കാണാതായ വിദ്യാർത്ഥികൾക്കായുള്ള തെരച്ചിൽ തുടരുകയാണ്. യമൻ പൗരന്മാരായ 2 പേരെയാണ് കാണാതായത്. കോയമ്പത്തൂരിൽ നിന്നെത്തിയ സംഘമാണ് അപകടത്തിൽപ്പെട്ടത്. നിതിൻ അംബുജൻ വിവരങ്ങളുമായി. നിതിൻ, ഇന്നലെ മുതൽ ഇവർക്കായുള്ള തെരച്ചിൽ നടക്കുകയാണ്. ഇന്നത് തുടരുകയാണോ? അനുജ, ഇന്ന് രാവിലെ 6 മണി മുതൽ തന്നെ തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. കോസ്റ്റൽ പോലീസിന്റെയും മത്സ്യത്തൊഴിലാളികളുടെ നേതൃത്വത്തിലുള്ള തിരച്ചിൽ ഇപ്പോഴും ഈ കടലിൽ തുടരുകയാണ്. ഇന്നലെ ഉച്ചയ്ക്ക് 12:00-ഓടുകൂടിയാണ് 2 യമൻ വിദ്യാർത്ഥികളെ കാണാതായത്. ഇപ്പോൾ കടൽ പ്രക്ഷുബ്ധമാണ്. പക്ഷേ ഈ പ്രക്ഷുബ്ധമാണെങ്കിലും തിരച്ചിൽ ഇപ്പോൾ നടക്കുന്നുണ്ട്. കഴിഞ്ഞ 2 ദിവസം മഴ മാറുന്ന സാഹചര്യമാണെങ്കിൽ പോലും കടൽ പ്രക്ഷുബ്ധമായിരുന്നു. മത്സ്യത്തൊഴിലാളികളടക്കം ഇവരുടെ മുന്നറിയിപ്പ് നൽകിയിരുന്നു കടലിൽ പോകരുത്. പക്ഷേ ഭാഷ ഒരു പ്രശ്നമായതുകൊണ്ട് തന്നെ അവർക്ക് അത് മനസ്സിലാകാതെ അവർ കുളിക്കാൻ ഇറങ്ങിയായിരുന്നു. എന്തായാലും ഇപ്പോൾ ഈ തിരച്ചിൽ മുന്നോട്ട് പോവുകയാണ്. ഈ കോയമ്പത്തൂരിലെ രത്നം കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ്. ഏതാണ്ട് 9 പേരാണ് ഈ കൊച്ചിയിലേക്ക് വിനോദസഞ്ചാരത്തിനായി ഇവിടെ എത്തിയത്. ഇന്ന് തിരികെ നാട്ടിലേക്ക് പോകാനിരുന്നതായിരുന്നു. അതിന് മുന്നോടിയായിട്ടാണ് കൊച്ചിയിലെത്തി അവർ ഈ വളപ്പ് ബീച്ചിലെത്തി വിനോദസഞ്ചാര കേന്ദ്രങ്ങളടക്കം കാണാൻ തീരുമാനിച്ചത്. അതിലാണ് ഇത്തരമൊരു അപകടം സംഭവിച്ചത്. ഏതായാലും ഈ ബീച്ചിലാകെ തന്നെ ഇത്തരമൊരു സൂചനാ ബോർഡ് ഇല്ലാത്തത് ഒരു പരാതിയെ തന്നെ പ്രദേശവാസികളടക്കം ഉന്നയിക്കുന്നുണ്ട്. ഇനി ഇത്തരത്തിലൊരു ശക്തമായ തിരയുള്ള സാഹചര്യത്തിൽ എങ്ങനെയാവും തെരച്ചിലിപ്പോൾ രാവിലെ മുതൽ കോസ്റ്റ് ഗാർഡ് തെരച്ചിൽ നടത്തിയിട്ടുണ്ട്. ഇന്നലെ ഈ നേവി, കോസ്റ്റ് ഗാർഡ്, ഫയർഫോഴ്സ്, പോലീസ്, അതുപോലെ തന്നെ ഫിഷറീസ് വകുപ്പ് ഇതിൻ്റെയൊക്കെ തെരച്ചിലുണ്ടായിരുന്നു. അത് ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല. പക്ഷേ ഇന്ന് രാവിലെ മുതൽ കോസ്റ്റ് ഗാർഡിൻ്റെ തെരച്ചിലുണ്ട്. നേവിക്കാർ വന്നിട്ടില്ല. സൂചന ബോർഡ് ഇവിടെ ഇല്ല. അത് തന്നെയല്ല, ഇവിടെ ഒരു ബീച്ചിലും പുതുവൈപ്പ്, വളപ്പ്, ഇളങ്ങുന്നപ്പുഴ, ഈ കുഴിപ്പള്ളി വരെയുള്ള ഒരു ബീച്ചിലും ഒരു സുരക്ഷാ ബോർഡുകളോ സുരക്ഷാ ഗാർഡുകളോ ഒന്നും തന്നെ ഇല്ല. അത് ഇവിടുത്തെ ഈ ജാഗ്രതാ സമിതി, തീരദേശ ജാഗ്രതാ സമിതി പല പ്രാവശ്യം സർക്കാരുകളോട് ആവശ്യപ്പെട്ടിട്ടുള്ള വിഷയമാണത്. ഇത്തരത്തിൽ ഒരു സൂചനാ ബോർഡും ഇല്ലാത്തത് ഈ ഒരു അപകടത്തിന് കാരണമായി എന്ന് തന്നെയാണ് ഇവിടെ പ്രദേശവാസികൾ പറയുന്നത്. ഞാനിപ്പോൾ ദൃശ്യങ്ങൾ തന്നെ കാണിക്കാം. നിരവധി ആളുകൾ ഈ വിനോദസഞ്ചാരത്തിന്റെ ഭാഗമായി ഇവിടെ എത്താറുണ്ട്. അത് അങ്ങനെ നിരവധി പേർ എത്തുന്നൊരു ബീച്ചിൽ നിന്നുള്ള തത്സമയ വിവരങ്ങളാണ് നിതിൻ അംബുജൻ നൽകിയത്. കാണാതായ വിദ്യാർത്ഥികൾക്കായി തെരച്ചിൽ തുടരുന്നു.